നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ കുറെ കുഞ്ഞു മനുഷ്യരുടെ ദ്വീപിൽ അകപ്പെട്ടു പോകുന്നതും അവിടെ നടക്കുന്ന സംഭവബഹുലമായ സംഭവങ്ങളും പറയുന്ന വളരെ പഴയ ഒരു നോവലായ ഗളിവറിന്റെ യാത്രകൾ എന്ന നോവലിനെ ആസ്പദമാക്കി 2010 പുറത്തിറങ്ങിയ ഒരു ഫാന്റസി അഡ്വഞ്ചർ കോമഡി ഫിലിമാണ് ഗളിവേഴ്സ് ട്രാവൽസ്. തുടക്കം മുതൽ അവസാനം വരെ വളരെ രസകരമായി കണ്ടിരിക്കാൻ പറ്റുന്ന ഈ സിനിമയാണ് നമ്മളിന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഗളിവർ എന്ന ചെറുപ്പക്കാരനെയാണ്. അവൻ രാവിലെ തന്നെ ഉറക്കമെഴുന്നേറ്റ് കോഫിയൊക്കെ ഉണ്ടാക്കുകയും ജോലിക്ക് പോകാനായി കുളിച്ച് ഫ്രഷ് ആയ ശേഷം കോഫിയൊക്കെ കുടിച്ച് അവന്റെ ഡ്രീം ഹൗസിന്റെ പടമൊക്കെ നോക്കി നിൽക്കുകയും ശേഷം ജോലിക്കായി പോവുകയും ചെയ്യുന്നു. ന്യൂയോർക്കിലുള്ള വലിയ ഒരു ന്യൂസ് പേപ്പർ ഏജൻസിയിലാണ് അവൻ ജോലി ചെയ്യുന്നത്. അവിടുത്തെ മെയിലുകൾ കൊണ്ടുകൊടുക്കുന്നതും മറ്റുമൊക്കെയാണ് അവന്റെ ജോലി. ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ അവന് ഒരു അസിസ്റ്റന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ നീ എന്റെ അസിസ്റ്റന്റായി ഇവിടെ കാണുമല്ലേ, ശരി നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാമെന്നൊക്കെ പറയുകയും അങ്ങനെ അവൻ രാവിലെ തന്നെ കൊടുക്കേണ്ട മെയിലുകളെല്ലാം കൊടുക്കുകയും ചെയ്യുന്നു. പലരുടെ നേർക്ക് സാധനം എറിഞ്ഞൊക്കെ കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. ഇതിനിടെ അവിടുത്തെ ഒരു ഹെഡിന് മെയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അസിസ്റ്റന്റ് ആയവൻ അദ്ദേഹത്തോട് മാന്യമായി സംസാരിക്കാൻ ശ്രമിക്കുകയും അവർ തമ്മിൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ ഗളിവർ അവനെയും വിളിച്ചുകൊണ്ട് ഇറങ്ങുകയും നീ ഇങ്ങനെ എല്ലാവരോടും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ജോലി മെയിൽ കൊടുക്കുകയാണ്, അത് മാത്രം ചെയ്താൽ മതി, ആരുമായിട്ട് ഒരു കമ്പനിയും വേണ്ടെന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ജോലി ചെയ്യുന്ന ഡാഴ്സിയെ അവൻ കാണുന്നു. അവന് അവളെ ഇഷ്ടമാണ്. ഉടൻ അവൾ അവിടേക്ക് വന്ന് ആ പുതിയ അസിസ്റ്റന്റിനെയൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവന് സംസാരിക്കാൻ പേടിയായതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മെയിലൊക്കെ നോക്കുകയും ഈ സമയം ഡാൻ അവളോട് പരിചയപ്പെടുകയും ചെയ്യുന്നു. ഇപ്പൊ അവളെ ശല്യപ്പെടുത്തണ്ട, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ ഡാനിനെയും വിളിച്ച് അവിടെ നിന്ന് പോകുമ്പോൾ അവളൊരു ട്രാവൽ എഡിറ്റർ ആണല്ലേ, നിനക്ക് അവളോട് ഇഷ്ടം തോന്നിയിട്ട് എത്ര നാളായെന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് നാളായി, പക്ഷേ എനിക്ക് ഇതുവരെ അവളോട് പറയാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്, അവളെ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് കിട്ടട്ടെ, ഞാനത് പറഞ്ഞോളാമെന്നൊക്കെ പറയുകയും അങ്ങനെ അവർ ലിഫ്റ്റിൽ കയറുമ്പോൾ അവളും കൂടെ വന്ന് കയറിയിരിക്കുന്നത് കണ്ട് എനിക്കൊരു കാര്യം എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതോടെ അവർ രണ്ടുപേരും മാത്രമാവുകയും അവന് എങ്ങനെ എന്ത് പറയണമെന്നൊന്നും അറിയാൻ വയ്യാതെ ആകെ പതറി നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തുകയും അവൾ ഇറങ്ങിപ്പോകുമ്പോൾ പറയാത്തതിൽ അവന് ആകെ കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. അന്ന് രാത്രി മെയിൽ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഡാൻ അവിടേക്ക് വരികയും നീ അവളോട് കാര്യം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പറഞ്ഞില്ല, ഞാനത് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞോളാമെന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, എനിക്ക് പ്രൊമോഷൻ കിട്ടി, അതിന്റെ പേപ്പറാണിത്, ഇനി മുതൽ ഞാനാണ് ഈ മെയിൽ റൂമിന്റെ തലവൻ, നീ എന്റെ അസിസ്റ്റന്റ് ആണെന്ന് അവൻ പറയുമ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാവാതെ ഗളിവർ ആകെ വല്ലാതെ നിൽക്കുന്നു. ഇന്നത്തെ എന്റെ പെരുമാറ്റവും എല്ലാവരോടുമുള്ള സമീപനവും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു, നിന്നേക്കാൾ ബെറ്ററായി എന്നെ തോന്നി, അതുകൊണ്ടാണ് വന്ന ദിവസം തന്നെ എന്നെ പ്രൊമോട്ട് ചെയ്തത്. നീ ഇവിടെ 10 വർഷമായില്ലേ, പക്ഷേ ഇതുവരെയും നീ ആരോടും സംസാരിക്കാറ് പോലുമില്ല, എല്ലാവരുടെയും മുന്നിൽ കോമാളിയായിട്ടാണ് നീ നടക്കുന്നത്, ആരോടും ഒരു അടുപ്പവുമില്ല, സംസാരിക്കേണ്ടവരടുത്തൊക്കെ സംസാരിക്കണം, എല്ലാവരോടും നല്ലപോലെയൊക്കെ പെരുമാറണം, എങ്കിൽ മാത്രമേ എല്ലാവരും അംഗീകരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ഇതോടെ തന്റെ പെരുമാറ്റവും സ്വഭാവവും കാരണമാണ് ഒന്നും ആവാത്തതെന്ന് മനസ്സിലാവുകയും ആകെ വിഷമിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ ഡാർസിയുടെ റൂമിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് അവൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുകയും അവൻ നേരെ അവളുടെ റൂമിലേക്ക് ചെന്ന് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി കയറുമെങ്കിലും എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് അവൾ ചോദിക്കുമ്പോൾ അവന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ വെറുതെ ഇതൊന്ന് എടുക്കാമെന്നതാണെന്ന് പറയുമ്പോൾ അത് ട്രാവൽ റൈറ്റിംഗിന്റെ ജോബ് വേക്കൻസി അല്ലേ, നിനക്ക് ട്രാവൽ ബ്ലോഗൊക്കെ എഴുതാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അറിയാം, ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ന്യൂസിലാൻഡിലും മെക്സിക്കോയിലും ഒക്കെ പോയിട്ടുണ്ട്, അതിന്റെയൊക്കെ ട്രാവൽ ബ്ലോഗും തയ്യാറാക്കിയതുണ്ടെന്ന് പറയുമ്പോൾ എങ്കിൽ നാളെ അതിന്റെ ഒരു സാമ്പിൾ കൊണ്ടുപോവാ, ഓക്കെ ആണെങ്കിൽ എനിക്ക് തന്നെ നിന്നെ ഇവിടുത്തെ ട്രാവൽ ബ്ലോഗറായി ജോലിക്ക് കയറ്റാൻ പറ്റുമെന്ന് അവൾ പറയുകയും ശരി ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് അവൻ പോവുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് വീട്ടിലെത്തുന്നതോടെ അവൻ ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അവളോട് അങ്ങനെ പറഞ്ഞും പോയി ഇനി എഴുതാതെ ചെല്ലാൻ പറ്റത്തുമില്ല, എന്ത് ചെയ്യുമെന്ന് കുറെ ആലോചിച്ച് അവന് ആകെ ഭ്രാന്ത് പിടിക്കുകയും ഒടുവിൽ അവൻ ഇന്റർനെറ്റിലൊക്കെ തപ്പി പലയിടത്തും കിട്ടിയ സാധനങ്ങളൊക്കെ കോപ്പി ചെയ്യുകയും പല പുസ്തകത്തിൽ നിന്നും കിട്ടിയതുമൊക്കെ അടിച്ച് സെറ്റ് ചെയ്യുകയും അത് പിറ്റേന്ന് ഡാഴ്സിയെ കാണിക്കുമ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, നീ ഇത്ര നന്നായിട്ടൊക്കെ എഴുതുമെന്ന് ഞാൻ അറിഞ്ഞില്ലെന്നൊക്കെ അവൾ പറയുകയും ഇതിനേക്കാൾ നന്നായിട്ട് ഞാൻ എഴുതും, ഇതൊക്കെ ഒരു സാമ്പിൾ ആണെന്ന് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് അടുത്തതായി പോകാൻ പറ്റിയ ഒരു സ്ഥലം എന്റെ കയ്യിലുണ്ട്, ബെർമുഡ ട്രയാങ്കിൾ എന്ന് കേട്ടിട്ടില്ലേ, അതും അതിന് ചുറ്റുമുള്ള കുറച്ച് ദ്വീപുകളുണ്ട്, അതൊക്കെ ഒന്ന് യാത്ര ചെയ്ത് ഗവേഷണം നടത്തി ട്രാവൽ ബ്ലോഗ് തയ്യാറാക്കണം, ഇതിന് പറ്റിയ ഒരാളിനെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കരയിൽ നിന്ന് 3 ആഴ്ച മാറി നിൽക്കേണ്ടി വരും, ഞാൻ തന്നെ ഇത് ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് അവസാനം ഞാൻ കരുതിയത്, എന്തായാലും നിന്നെ കിട്ടിയല്ലോ, നീ ഇപ്പൊ തന്നെ പുറപ്പെട്ടോ, ഇതിൽ ആരെയൊക്കെ കോൺടാക്ട് ചെയ്യണമെന്നും എങ്ങനെയൊക്കെ പോകണമെന്നും ഉണ്ട്, ബെർമുഡയിൽ എത്തുമ്പോൾ അവിടെ ഒരു ബോട്ട് നിനക്ക് വേണ്ടി കാത്തു കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുകയും അങ്ങനെ അവൻ നേരെ അവിടെ ബെർമുഡയിൽ ലാൻഡ് ചെയ്യുകയും അവിടെ നിന്ന് അവനെ കാത്തു നിൽക്കുന്ന ആളെ കണ്ടുപിടിക്കുകയും അയാളോടൊപ്പം നേരെ പാഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവന് ബെർമുഡ ട്രയാങ്കിളിലേക്ക് പോകാനുള്ള ബോട്ടിന്റെ അടുത്തേക്ക് അവർ എത്തിയിരിക്കുകയാണ്. നോട്ട് ഫോർ സെയിൽ എന്നാണ് അവിടെയുള്ള ബോട്ടിന്റെ പേര്. ഈ പേര് തന്നെ കോമഡി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അവിടെയുള്ള ഒട്ടുമിക്ക ബോട്ടുകളുടെയും പേര് കോമഡിയാണ്. അങ്ങനെ എങ്ങനെ പോകണമെന്നൊക്കെ അയാൾ അവന് പറഞ്ഞു കൊടുക്കുകയും ഇതാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം, ആ ഡോട്ടിനെ പിന്തുടർന്ന്
നേരെ അങ്ങ് പോയാൽ മതി, ബെർമുഡ ട്രയാങ്കിളിൽ എത്തും. ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ വരികയും ചെയ്യാം എന്നൊക്കെ പറയുകയും ശരി ഇത് ഈസിയാണ് ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയും അങ്ങനെ അവൻ ബെർമുഡ ട്രയാങ്കിൾ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങുകയും ചെയ്യുന്നു. പാട്ടൊക്കെ പാടി ഒറ്റയ്ക്ക് എൻജോയ് ചെയ്താണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയി ഒരുപാട് ദൂരം പിന്നിട്ട് അവൻ ബെർമുഡ ട്രയാങ്കിളിലേക്ക് എത്തുമ്പോൾ അവന്റെ സിഗ്നൽ എല്ലാം കട്ടാവുകയും മേഘമൊക്കെ മൂടി മഴ വരാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാതെ അവൻ നല്ല ഉറക്കത്തിലാണ്. മുഖത്തേക്ക് വെള്ളം വീഴുമ്പോൾ അവൻ പതിയെ എഴുന്നേൽക്കുകയും നോക്കുമ്പോൾ കടല് മൊത്തം ഇളകി മറിഞ്ഞ് വരുന്നതായി കണ്ട് അവൻ ആകെ പേടിക്കുകയും തിരമാലകളിൽ പെട്ട് ബോട്ട് ആടി ഉലഞ്ഞ് വല്ലാതെ പോകുന്നതോടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ഒരു ബോക്സ് അവിടെ കാണുകയും അത് തുറന്ന് അതിലിരുന്ന സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ എടുത്ത് ഇടുകയും ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നതിനിടെ അവന്റെ ഫോൺ എടുത്ത് എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ കണക്ഷൻ കിട്ടുന്നില്ല. ഇതിനിടെ പിന്നിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ വെള്ളം വലിയ രീതിയിൽ പൊങ്ങി ആകാശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനും നേരെ അതിനോടൊപ്പം പൊങ്ങി കറങ്ങി അതിലൂടെ ആ ചുഴിയുടെ ഉള്ളിലേക്ക് അങ്ങ് വീണു പോകുന്നു. പിന്നീട് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എവിടെയോ കിടക്കുകയാണ്. ഇതെന്താ എന്റെ ദേഹത്തൂടെ ഉറുമ്പാണ് കഴിഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് മനുഷ്യന്മാർ അവന്റെ നെഞ്ചിൽ നിൽക്കുകയാണ്. ഞാൻ ഈ ലില്ലിപുട്ടിന്റെ കമാൻഡറായ എഡ്വേർഡ് ആണ്. ഞങ്ങളുടെ ശത്രുക്കളായ ബ്ലഫ്യൂഷൻസിന്റെ ചാരനായ നിന്നെ തടവിലാക്കിയിരിക്കുന്നു എന്ന് അവനോട് പറയുന്നു. ഇതൊന്നും മനസ്സിലാവാതെ അവൻ നോക്കുമ്പോൾ അവിടെ മുഴുവൻ ഇതുപോലുള്ള കുഞ്ഞു മനുഷ്യരാണ്. അവരെല്ലാവരും ചേർന്ന് അവനെ പൂർണ്ണമായി കയറിൽ വരിഞ്ഞു മുറുവി കെട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് അവൻ അലറി വിളിച്ചുകൊണ്ട് ആ കയറുകളെല്ലാം വലിച്ചു പൊട്ടിച്ച് എഴുന്നേൽക്കുന്നു. അവർ നോക്കുമ്പോൾ ഭീകരനായ ആള് കയറെല്ലാം തകർത്ത് എഴുന്നേറ്റ് വരികയാണ്. അവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതോടെ കമാൻഡർ എല്ലാം ദേഹത്തുനിന്ന് ചാടി രക്ഷപ്പെടുകയും അപ്പോഴേക്കും അവൻ ഒരു ഭീകരൻ എഴുന്നേൽക്കുന്നത് പോലെ എല്ലാം തകർത്ത് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുന്നു. ഇതൊന്നും ശരിക്കും സംഭവിക്കുന്നതല്ല, ഞാനിപ്പോ ഉറക്കത്തിലാണ്. ശരി ഇനി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നോ എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും കണ്ണു തുറക്കാനൊക്കെ നോക്കുമെങ്കിലും ഒന്നും പഴയതുപോലെ ആവുന്നില്ല. ഉടൻ കമാൻഡർ ഒരു ചാട്ടുള്ളി എടുത്ത് അവന്റെ നേർക്ക് അടിച്ചു വിടുകയും അതുകൊണ്ട് അവന് വേദനിക്കുമ്പോഴേക്കും അവനെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടാൻ അയാൾ പറയുകയും അങ്ങനെ അവിടെയുള്ളവരെല്ലാം കൂടി കൊളുത്തുകൾ കറക്കി അവന്റെ നിക്കറിലേക്ക് വലിച്ചു കെട്ടുകയും അവനെ പിന്നിൽ നിന്ന് വലിച്ച് താഴേക്ക് ഇടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അയ്യോ ഈ തമാശ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പാന്റ് ഇടാൻ ശ്രമിക്കുമെങ്കിലും അവന്മാർ എങ്ങനെയെങ്കിലും ഒക്കെ അവനെ വലിച്ചിടുകയും അവൻ നേരെ ചെന്ന് വീഴുന്നതോടെ ഒരാൾ അവന്റെ ചന്തിക്കുള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ആ വീഴ്ചയിൽ അവന്റെ ബോധം പോയിരിക്കുകയാണ്. പിന്നീട് കണ്ണു തുറന്നു നോക്കുമ്പോൾ ആ കുഞ്ഞു മനുഷ്യർ അവനെ ശക്തമായി ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഭീകരനായ ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് ആ നാട്ടിലെ ആളുകളെല്ലാം വന്ന് അത്ഭുതത്തോടെ അവനെ നോക്കുകയും എല്ലാവരും ഈ ഭീകരനായ മനുഷ്യനെ കണ്ട് അതിശയപ്പെടുകയും ചെയ്യുന്നു. അവർ അവനെ കൊണ്ടുപോകുന്നത് രാജാവിന്റെ കൊട്ടാരത്തിലേക്കാണ്. അങ്ങനെ വലിയ അകമ്പടിയോടെ കൊട്ടാരത്തിലെത്തിയ ശേഷം അവർ അതേ രീതിയിൽ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവനെ ഉയർത്താൻ തുടങ്ങുകയും ഏറ്റവും മുകളിലിരിക്കുന്ന രാജാവിനെ കാണിക്കുകയും ചെയ്യുന്നു. രാജാവിനോടൊപ്പം രാജ്ഞിയും അവരുടെ മകളായ രാജകുമാരിയും ഇരിപ്പുണ്ട്. അവനെ കണ്ട് അവൾക്ക് സഹതാപം തോന്നുകയും ഇത്രയും നിയന്ത്രണങ്ങളൊക്കെ വേണമായിരുന്നോ, ഇത് ഇത്തിരി കടുപ്പമായിപ്പോ എന്നൊക്കെ അവൾ പറയുകയും അതില്ലെങ്കിൽ ഈ ഭീകരൻ നമ്മളെല്ലാം കൊന്നുകളയും, ഇവൻ നമ്മുടെ ശത്രു രാജ്യമായ ബ്ലഫ്യൂഷ്യയിലെ ചാരനാണെന്ന് കമാൻഡർ പറയുകയും നിങ്ങൾ ഈ പറയുന്നത് എന്താന്ന് പോലും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ചാരനേ അല്ല, ഞാനിപ്പോ എവിടെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും മഹത്തരവുമായ ലില്ലിപുട്ട് എന്ന രാജ്യത്താണ്, രാജാവിന്റെ മുന്നിലാണ് നിങ്ങൾ ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ തമാശ പറയുവാണോ? ശരി മതിയാക്ക്, എവിടെ ക്യാമറ, സിനിമ ഷൂട്ടിംഗ് ആണോ അതോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ എനിക്ക് പ്രാങ്ക് തരുന്നതാണോ എന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ അവർ ചോദിക്കുകയും ഇതോടെ ഇത് പ്രാങ്ക് അല്ലെന്നൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ അവനെ തടവിലാക്കിയിരിക്കുകയാണ്. അവൻ വലുതായതുകൊണ്ട് തന്നെ ആ രാജ്യത്തുള്ള വലിയ ഒരു ഗുഹയ്ക്കുള്ളിലാണ് അവനെ തടവിലിട്ടിരിക്കുന്നത്. കയ്യിലെല്ലാം ചങ്ങലയും കെട്ടിയിട്ടുണ്ട്. ഇതിനിടെ അവർ അവന് കഴിക്കാനുള്ള ആഹാരം മുകളിൽ നിന്ന് ഇട്ടുകൊടുക്കുന്നു. കുറച്ച് വൈക്കോൽ കെട്ടുകളാണ് കൊടുക്കുന്നത്. ഇത് ഞാനെങ്ങനെ തിന്നാനാ, വലിപ്പം ഉണ്ടെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ മനുഷ്യനാണ്, എനിക്ക് തിന്നാൻ പറ്റുന്ന വല്ലതും കൊണ്ടുവരാനൊക്കെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അപ്പുറത്തെ ജയിലിൽ മറ്റൊരാൾ കിടക്കുന്നതായി അവൻ കാണുകയും നിന്നെ പോലെ തന്നെ ഞാനും ജയിലിലായതാണ്, നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ടെന്ന് പറയുമ്പോൾ അപ്പോ ഇവിടെയാണോ കുറ്റവാളികളെയൊക്കെ പിടിച്ച് ജയിലിലാക്കുന്നത്, ഇവിടെ ഇപ്പോ താൻ മാത്രമേ ഉള്ളൂ കുറ്റവാളിയായിട്ടെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നാള് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, ഇപ്പോ നീ എനിക്കൊരു കൂട്ടായെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ അത്രയ്ക്ക് വലിയ കുറ്റമായിരിക്കുമല്ലോ ചെയ്തത്, നീ എന്ത് ചെയ്തിട്ടാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ രാജകുമാരിയെ ഇഷ്ടമായിരുന്നു, പക്ഷേ അത് ഇവിടുത്തെ ജനറലായ എഡ്വേർഡ് കല്യാണം കഴിക്കാൻ നോക്കി വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്, അതുകൊണ്ട് അയാളാണ് എനിക്കെതിരെ കുറ്റം ചുമത്തി ജയിലിലടച്ചതെന്ന് അവൻ പറയുകയും അപ്പോൾ നമ്മൾ രണ്ടുപേരും ജയിലിലായതിന് പിന്നിൽ ആ എഡ്വേർഡ് ആണ്, അയാൾ വല്ലാത്തൊരു ബോറം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എഡ്വേർഡ് അവിടേക്ക് വരികയും എന്നെ പറ്റി വല്ലതുമാണോ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവൻ പറയുകയും ശരി നിന്നെ കൊണ്ട് ഇവിടെ കുറച്ച് ജോലികൾ ചെയ്യിക്കാനുണ്ട്, ഉടനെ തന്നെ നമുക്കത് തുടങ്ങണമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ കാളകളെ ഉപയോഗിക്കുന്നത് പോലെ നില മുഴുവാനും മറ്റുമൊക്കെ ഗളിവറിന്റെ ദേഹത്ത് വലിയ യന്ത്രങ്ങൾ കെട്ടിവെച്ച് അവനെ ഉപയോഗിക്കുകയാണ്. അവന്റെ ദേഹത്തിരുന്ന് എഡ്വേർഡാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അവരുടെ ശത്രു രാജ്യത്തുള്ളവർ കുറച്ചകലെയായി കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. രാജകുമാരിയെ തട്ടിക്കൊണ്ടു പോകാനാണ് അവർ വന്നിരിക്കുന്നത്. നമ്മുടെ കപ്പൽ അവിടേക്ക് അടുപ്പിക്കാൻ പറ്റില്ല, അവരുടെ ഡിഫൻസ് എല്ലാം വളരെ ശക്തമാണ്, അതുകൊണ്ട് കടൽ വഴി നീങ്ങാമെന്ന് പറഞ്ഞ് അവർ കുറച്ചുപേർ
തയ്യാറായി കടലിലേക്ക് ഇറങ്ങുകയും അങ്ങനെ നേരെ ആ രാജ്യത്തേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയും അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി തീയിടണമെന്ന് പറഞ്ഞ് കൊട്ടാരത്തിന്റെ അടുത്തുള്ള വൈക്കോൽ പുരയിൽ മുഴുവൻ തീയിടുന്നു. അപ്പോഴേക്കും നിലമുഴുതുകൊണ്ടിരുന്ന അവർ നോക്കുമ്പോൾ കൊട്ടാരത്തിന്റെ ഭാഗത്ത് സൈറൻ മുഴങ്ങുന്നതായി കേൾക്കുകയും തീപിടുത്തമുണ്ടായതിന്റെ സൈറനാണ്, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാമെന്നൊക്കെ പറയുകയും അങ്ങനെ എഡ്വേർഡ് ഗളിവറിനെയും കൊണ്ട് നേരെ കൊട്ടാരത്തിനടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആളുകളെല്ലാം തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാജകുമാരി ഉള്ള സ്ഥലത്തേക്ക് ശത്രുക്കൾ എത്തുകയും അവളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. രാജകുമാരിക്ക് എന്തോ അപകടമുണ്ട്, എനിക്ക് ഉടനെ പോയി അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എഡ്വേർഡ് ചാടി ഇറങ്ങുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയും എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് അവളുടെ അടുത്തേക്ക് പോകുന്നു. അവൻ ഒരിക്കലും സമയത്തിന് അവളുടെ അടുത്ത് എത്താൻ പറ്റില്ല, നീ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ പറഞ്ഞ് അവൻ അപ്പോൾ തന്നെ ഗളിവറിന്റെ ദേഹത്തുള്ള എല്ലാ യന്ത്രങ്ങളും അഴിച്ചു കളയുന്നു. ഈ സമയം രാജകുമാരിയെ കൊണ്ടുപോകാനായി മറ്റവന്മാർ കെട്ടിപ്പൂട്ടി റെഡിയായിരിക്കുകയാണ്. പെട്ടെന്ന് ഗളിവർ അവിടേക്ക് വരികയും അവന്മാരെയൊക്കെ തൂക്കിയെടുത്ത് അപ്പുറത്ത് വെള്ളത്തിലേക്ക് ഇടുകയും രാജകുമാരിയെ അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോയി സേഫായി ഒരിടത്ത് ഇറക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും മറ്റവനും അവിടേക്ക് ഓടി വരികയും നീ സേഫ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും എഡ്വേർഡ് രാജകുമാരി നിന്ന സ്ഥലത്ത് എത്തുകയും അവളെ കാണാത്തത് കൊണ്ട് തട്ടിക്കൊണ്ടുപോയി കാണുമെന്ന് അവൻ കരുതുകയും ചെയ്യുന്നു. ഈ സമയം മറ്റവന്മാർ തീയിട്ടത് മൂലം രാജാവ് നിന്ന സ്ഥലത്തേക്ക് തീ ആളി പടരുകയും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാവുകയും ചെയ്യുന്നു. ഗളിവറും അവരെ രക്ഷിക്കാൻ വേണ്ടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തീപിടുത്തമുണ്ടായ സ്ഥലത്ത് ചെന്ന് ജനലിലൂടെ അവരെ രക്ഷിക്കാൻ നോക്കുമെങ്കിലും തീ പൊള്ളലേറ്റ് അവന് അകത്തേക്ക് കൈയിടാൻ പറ്റുന്നില്ല. രാജകുമാരിയൊക്കെ അവിടെ വന്ന് എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. നമ്മൾ മരിക്കാൻ പോവുകയാണ്, ഇനി ഒന്നും ചെയ്യാനില്ലെന്നൊക്കെ രാജാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യലാന്നൊക്കെ അവർ ഗളിവറിനോട് വിളിച്ചു ചോദിക്കുകയും ഇവിടെ ഇപ്പോ എനിക്കൊന്നും ചെയ്യാനില്ല, തീ അണയ്ക്കാൻ ഒറ്റ വഴിയെ എന്റെ മുന്നിൽ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ രണ്ടും കൽപ്പിച്ച് തീ അണയ്ക്കാനുള്ള മാർഗം നോക്കുകയും തീപിടുത്തം ഉള്ള ഭാഗത്തേക്ക് നല്ല ശക്തിയായ രീതിയിൽ മൂത്രമൊഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഇതോടെ തീ നല്ല രീതിയിൽ അണയുകയും അപ്പോഴേക്കും നീ എന്താടായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് എഡ്വേർഡ് ദേഷ്യത്തോടെ അവിടേക്ക് വരുന്നത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ എഡ്വേർഡിന്റെ മണ്ടയ്ക്കും കുറച്ച് വീഴുന്നു. തീയെല്ലാം അണച്ചതോടെ അവൻ പാന്റൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാജാവൊക്കെ രക്ഷപ്പെട്ട് അവിടേക്ക് വരികയും അവർക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യുന്നു. രാജാവ് എന്താണ് തീരുമാനമെടുക്കാൻ പോകുന്നതെന്നറിയാതെ അവർ പേടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ രക്ഷകനാണ് നീ, നമ്മുടെ സേനയ്ക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോ നീയാണ് നമ്മളെ രക്ഷിച്ചത്, നീ ഒരു ഹീറോ ആണെന്നൊക്കെ പറയുകയും അങ്ങനെ എല്ലാവരും അവന് വേണ്ടി ജയ് വിളിക്കുകയും അവനെ എല്ലാവരും പ്രശംസിക്കുന്നത് കണ്ട് എഡ്വേർഡിന് ദേഷ്യമാവുകയും ചെയ്യുന്നു. അന്ന് രാജാവിന്റെ ആള് നേരെ ഗളിവറിന്റെ അടുത്തെത്തുകയും നീ ഇന്ന് ചെയ്ത ധീരകൃത്യത്തിന്റെ പേരിൽ നിനക്കൊരു വിരുന്ന് തരാൻ രാജാവ് ഉദ്ദേശിക്കുന്നു, രാത്രി വമ്പിച്ച സൽക്കാരം ഉണ്ടാവുമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഇവൻ എന്റെ സുഹൃത്താണ്, ഇനി ഇവനെ ജയിലിൽ അടയ്ക്കാനും പാടില്ല, ഇന്നത്തെ വിരുന്നിൽ ഇവനെയും കൂട്ടണമെന്ന് പറയുകയും ശരി ഞാനത് രാജാവിനോട് പറഞ്ഞ് ഏർപ്പാടാക്കാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അന്ന് രാത്രി വിരുന്ന് നടക്കുകയാണ്. ഗംഭീരമായ സദസ്സിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഗളിവറിന്റെ കൂട്ടുകാരനായ ഹൊറേഷ്യോയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അവനോട് രാജകുമാരിക്ക് ചെറിയ താല്പര്യമൊക്കെ ഉണ്ട്. നീ എവിടെന്നാ വരുന്നത്, നിനക്ക് പേര് വല്ലതും ഉണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ എന്റെ പേര് ഗളിവർ എന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അങ്ങനെ തന്നെ വിളിക്കാം, ഞാൻ ദൂരെയുള്ള വലിയ ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങൾ പോകാൻ പേടിക്കുന്ന ഭീകരമായ ദ്വീപിൽ നിന്നാണോ നീ വരുന്നതെന്ന് അവർ ചോദിക്കുകയും ഭീകരമായ ദ്വീപോ അതെവിടെയാണ്, ഞാൻ അവിടെ നിന്നും അല്ല വരുന്നതെന്ന് അവൻ പറയുകയും ഭീകരമായ ദ്വീപ് ദേ ആ ഭാഗത്താണ്, മഞ്ഞുമൂടിയ ആ സ്ഥലത്തിന്റെ അപ്പുറത്ത്, അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്കെല്ലാം പേടിയാണെന്ന് അവർ പറയുന്നു. ഞാൻ അവിടെ നിന്നും അല്ല വരുന്നത്, അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ രാജാവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ താമസിക്കുന്ന നാട്ടിൽ രാജഭരണമൊന്നുമല്ല, ജനാധിപത്യമാണ്, ജനങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുന്ന ആളാണ് രാജാവാകുന്നതെന്ന് പറയുമ്പോൾ അതെന്ത് പരിപാടിയാ, ഇപ്പൊ ആരാ അവിടെ ഭരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാ ഭരിക്കുന്നത്, ഞാനാണ് എന്റെ രാജ്യത്തുള്ള പ്രസിഡന്റ്, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് അവനൊരു പ്രസിഡന്റ് ആണെന്ന് കരുതി എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള നിന്നെയാണോ ഇവിടെ തടവിലിട്ടിരുന്നത്, ഇനി മുതൽ നീ ഞങ്ങളുടെ അതിഥിയാണ്, നിനക്ക് താമസിക്കാൻ പറ്റിയ വീടും വസ്തുക്കളും എല്ലാം ഞങ്ങൾ റെഡിയാക്കി തരുമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് പറ്റിയ വീടൊക്കെ ഉണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുകയും പറ്റും, ലോകത്തിലെ ഏറ്റവും മികച്ച ബിൽഡിങ്ങുകൾ പണിയുന്ന ആളുകൾ ഞങ്ങളാണ്, എത്ര വലിയ ബിൽഡിങ്ങും വളരെ വേഗത്തിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമെന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ അന്ന് മുതൽ അവന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അവർ അവിടെ ഒരുക്കിയിരിക്കുകയാണ്. അവന് ആവശ്യത്തിന് വേണ്ട ഫുഡും കാര്യങ്ങളും ഡ്രസ്സും എല്ലാം ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. അതോടൊപ്പം അവന് വേണ്ടി അവൻ എന്നും സ്വപ്നം കാണാറുണ്ടായിരുന്ന ഡ്രീം ഹൗസ് തന്നെ അവർ നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. നാട്ടിലുള്ളതിനേക്കാൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ അവൻ ജീവിക്കുന്നത്. അതോടൊപ്പം അവന് കാണാൻ വേണ്ടി അവന് പറ്റുന്ന തരത്തിലുള്ള വലിപ്പമുള്ള നാടക തിയേറ്റർ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന്റെ ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തന്നെ പറഞ്ഞ കഥ വെച്ചിട്ടുള്ള നാടകമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ടൈറ്റാനിക് സിനിമയിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ് അവന്റെ ജീവിതമാണെന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അവന്റെ ജീവിതമാണെന്ന് പറഞ്ഞ് എല്ലാവരും വളരെ സിമ്പതിയോടെ കൈയടിക്കുമ്പോൾ എഡ്വേർഡിന് മാത്രം ഇതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ചോദിച്ചോട്ടെ, നീ ഈ കപ്പൽ അപകടത്തിൽ അവസാനം കടലിൽ മുങ്ങിപ്പോയതാണെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ജീവനോടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്നും മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവനാണ് ഞാനെന്നൊക്കെ അവൻ പറയുകയും ഇത് കേട്ട് മറ്റുള്ളവരെല്ലാം അത്
വിശ്വസിക്കുമെങ്കിലും ഈ നുണക്കഥയൊന്നും എഡ്വേർഡ് വിശ്വസിക്കുന്നില്ല. അങ്ങനെ അവൻ സുഖമായി അവിടെ താമസിക്കുകയാണ്. അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഇപ്പോ ഹൊറേഷ്യോ. അന്ന് ഹൊറേഷ്യോ അവനോടൊരു ഹെൽപ്പ് ചോദിക്കുകയും എനിക്ക് എങ്ങനെയെങ്കിലും രാജകുമാരി ഒന്ന് ഇംപ്രസ് ചെയ്യണം, അതിനെ പറ്റിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി അവൾക്ക് നിന്നോട് കുറച്ച് താല്പര്യമുള്ള സ്ഥിതിക്ക് അത് എളുപ്പമാണ്, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നൊക്കെ അവൻ പറയുകയും അടുത്ത ദിവസം അവൻ രാജകുമാരിയെ കാണാനായി ചെന്ന് നിൽക്കുകയും അവളോട് ഇംപ്രസ് ചെയ്യാനായി ഓരോ വർത്താനമൊക്കെ പറയുകയും ചെയ്യുന്നു. ഗളിവർ ഒളിച്ചു നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് വെച്ചിട്ടാണ് അവൻ പറയുന്നത്. അങ്ങനെ ഗളിവറിന്റെ നാട്ടിലെ പല പ്രണയ സിനിമകളിലുമുള്ള ഡയലോഗുകളും കാര്യങ്ങളുമൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുകയും അതുപോലെയൊക്കെ അവൻ അവളോട് സംസാരിക്കുകയും ഒടുവിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ അവനെ കൊണ്ട് പാടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ അവന്റെ പാട്ടും ഡാൻസും പല വർത്തമാനങ്ങളും ഒക്കെ കേട്ട് അവൾക്ക് അവനോട് ഇഷ്ടമൊക്കെ തോന്നുകയും ഇത് വർക്കൗട്ട് ആവുന്നുണ്ടെന്നൊക്കെ ഹൊറേഷ്യയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. പെട്ടെന്ന് അവിടെ ആരോ വന്നിട്ടുള്ളതായി കണ്ട് ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ പോവുകയും അങ്ങനെ അവളെ ഇംപ്രസ് ചെയ്തതിന്റെ സന്തോഷത്തിൽ ഹൊറേഷ്യയും ഗളിവറും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. മേരി രാജകുമാരിയെ കാണാൻ വന്നിരിക്കുന്നത് എഡ്വേർഡ് ആണ്. എന്താ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നെന്ന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടിയാണെന്നും ഉടനെ അത് നടത്തണ്ടെന്നും ഒക്കെ അവൻ ചോദിക്കുന്നു. അവൾക്ക് വേണ്ടി നോക്കി വെച്ചിട്ടുള്ള പയ്യനും രാജ്യത്തിന്റെ സൈനിക തലവനുമായതുകൊണ്ട് അവൾക്ക് അവനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ അവൻ കല്യാണത്തെ പറ്റിയൊക്കെ പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോകുമ്പോൾ രാജകുമാരിക്കാണെങ്കിൽ വല്ലാത്ത വിഷമമാണ്. അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി ആരോ കഥയിൽ വന്ന് മുട്ടുന്നത് കേട്ട് അവൻ തുറന്നു നോക്കുമ്പോൾ എഡ്വേർഡ് ആണ്. നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്, നിന്റെ കപ്പൽ ഞങ്ങൾ കണ്ടെത്തി, ഇനി നിനക്ക് ഇവിടെ നിന്ന് നിന്റെ രാജ്യത്തേക്ക് പോകാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവൻ ചെന്ന് നോക്കുമ്പോൾ അവന്റെ ബോട്ട് മൊത്തം തകർന്നു കിടക്കുകയാണ്. ഇതിനി ശരിയാക്കി കഴിഞ്ഞാൽ അവന് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറ്റും. ഇതിനിടെ അവിടെയുള്ളവർ അവന്റെ ബോട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അവന്റെ ഫോൺ അവിടെ കിടക്കുന്നത് കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവർ ചെയ്തു നോക്കുമ്പോൾ ലോക്ക് അഴിയുകയും എല്ലാവരും പേടിക്കുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവൻ വന്ന് അത് എടുക്കുകയും ഇതിനെ മൊബൈൽ ഫോൺ എന്നാണ് പറയുന്നത്, ദൂരെയുള്ളവരുമായി സംസാരിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ അതിൽ കുറെ വോയിസ് മെസ്സേജുകൾ കിടക്കുകയാണ്. ഡാഴ്സിയാണ് എല്ലാ മെസ്സേജുകളും അയച്ചിരിക്കുന്നത്. നീ പോയിട്ട് ഇത്രയും നാളായിട്ടും എന്ത് ചെയ്യുവാ? നീ മുമ്പ് എഴുതിയ ലേഖനങ്ങളൊക്കെ എവിടെന്നോ കോപ്പി അടിച്ച് എഴുതിയതാണല്ലേ, ഞാൻ അതുപോലത്തെ ചിലതൊക്കെ എവിടേക്കോ കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് ബെർമുഡ ട്രയാങ്കിളിലെ ലേഖനം എനിക്ക് കിട്ടണം, നീ പെട്ടെന്ന് വന്നില്ലെങ്കിൽ നിന്നെ തേടി എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരുമെന്നൊക്കെ ആണ് അവൾ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യുമെന്നറിയാതെ അവനാകെ വിഷമിക്കുകയും അവൻ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിങ്ങളുടെ ബോട്ട് എത്രയും വേഗം ശരിയാക്കാൻ ഞങ്ങളുടെ ബിൽഡേഴ്സ് ശ്രമിക്കുന്നതാണ്, അത് ശരിയായാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ എഡ്വേർഡ് പറയുന്നു. എന്നാൽ അവന്റെ കള്ളത്തരങ്ങൾ ഡാഴ്സി പിടിച്ചതും ഇനി അവളെ ഫേസ് ചെയ്യുന്നതും ഇവിടുത്തെ ലേഖനങ്ങൾ തയ്യാറാക്കുന്നതും എല്ലാം ഓർത്ത് അവനിപ്പോ നാട്ടിലേക്ക് പോകാൻ യാതൊരു താല്പര്യവുമില്ല, ഇവിടെ തന്നെ ജീവിക്കുന്നതാണ് ഇഷ്ടം. അന്ന് രാത്രി അതോർത്ത് അവൻ വിഷമിച്ചിരിക്കുമ്പോൾ രാജകുമാരി അവിടേക്ക് വരികയും നീ എന്താ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നാട്ടിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തിരിച്ചു പോയാൽ അതിനെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഇവിടെ തന്നെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറയുകയും എങ്കിൽ അതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്, ഞാനും ഇപ്പോ ആകെ വിഷമത്തിലാണ്, ഞാനിപ്പോ ഹൊറേഷ്യയെ ഇഷ്ടപ്പെട്ടു വരുന്നു, അവനുമായി പ്രണയത്തിലായിട്ടുണ്ട്, പക്ഷേ എഡ്വേർഡിന്റെ കാര്യം എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്ന് പറയുമ്പോൾ അവനെ ഒഴിവാക്കിയാ പോരെ, മറ്റെന്താ പ്രശ്നമെന്ന് ചോദിക്കുകയും അങ്ങനെ ഒഴിവാക്കാനൊന്നും കഴിയില്ല, അവന്റെ ലോകം തന്നെ രാജാവും ഞങ്ങളും ഒക്കെയാണ്, ഞാനെങ്ങാനും ഒഴിവായാൽ അവന് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ അവൻ ഉടനെ ഒന്നും തിരിച്ചു പോകുന്നില്ലെന്നുള്ള കാര്യം ലില്ലിപുട്ട് മുഴുവൻ അറിയുകയും എഡ്വേർഡ് രാജാവിനെ കണ്ടിട്ട് അവൻ തിരിച്ചു പോകാത്തതിൽ എന്തൊക്കെയോ പന്തികേട് എനിക്ക് തോന്നുന്നു, അവൻ നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്, അവനെ എത്രയും വേഗം ഇവിടുന്ന് ഓടിക്കണമെന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, അവൻ നല്ലൊരു മനുഷ്യനാണ്, അവൻ നമ്മളോടൊപ്പം ഉള്ളത് തന്നെയാണ് നല്ലത്, നിനക്ക് നല്ല രീതിയിൽ ജോലിയുടെ പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്, തൽക്കാലം കുറച്ചു നാളത്തേക്ക് നീ ജനറൽ പദവിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ രാജാവ് പറയുകയും അങ്ങനെ അന്നു മുതൽ രാജ്യത്തിന്റെ ജനറൽ പദവി അവർ ഗളിവറിന് കൊടുക്കുകയും എഡ്വേർഡിനെ വൈസ് ജനറലാക്കി മാറ്റുകയും ചെയ്യുന്നു. എന്നാൽ ഇതുമൂലം എഡ്വേർഡിന് ആകെ ദേഷ്യമാവുകയും വേറെ ആരുടെ കീഴിൽ കിടന്ന് പണിയെടുക്കേണ്ടി വന്നാലും അവന്റെ കീഴിൽ നിൽക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞ് എഡ്വേർഡ് നേരെ ചെന്ന് അവരുടെ രാജ്യത്തിന്റെ കടലിലുള്ള ഡിഫൻസ് സിസ്റ്റം എല്ലാം ഓഫാക്കി കളയുന്നു. ഇതോടെ എല്ലാ ഡിഫൻസും പിൻവലിഞ്ഞത് ശത്രുക്കൾ കാണുകയും അവരുടെ ഡിഫൻസ് സിസ്റ്റം എല്ലാം നഷ്ടമായി, എത്രയും വേഗം ആക്രമിക്കാൻ തയ്യാറായിക്കൊള്ളാൻ അവർ പറയുകയും ഉടൻ തന്നെ ശത്രുക്കളുടെ കപ്പലിൽ നിന്ന് അവർ തുരുതുരെ പീരങ്കികൾ അടിച്ചു വിടുകയും ചെയ്യുന്നു. ഇതെല്ലാം കൂടി നേരെ ലില്ലിപുട്ടിൽ വീണ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ആ ഗളിവർ രാജ്യത്തെ രക്ഷിക്കുന്നവന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് എഡ്വേർഡ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും ശത്രുക്കൾ ആക്രമിക്കാൻ വന്നത് അവർ ഗളിവറിനെ അറിയിക്കുകയും അവൻ അപ്പോൾ തന്നെ എഴുന്നേൽക്കുകയും നേരെ കടൽക്കരയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നു. അവിടെയാണെങ്കിൽ രാജാവും ടീമുമെല്ലാം വന്നിരുന്ന് നോക്കുമ്പോൾ ശത്രുരാജ്യത്തെ ശത്രുക്കളുടെ കപ്പലുകൾ മുന്നിൽ മുഴുവൻ നിരന്ന് നിൽക്കുകയാണ്. ഉടൻ ഗളിവർ അവിടേക്ക് എത്തുകയും എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം നടക്കുന്നതെന്ന് ചോദിക്കുകയും ശത്രുക്കൾ രാജ്യത്തെ ആക്രമിക്കാൻ വന്നിരിക്കുന്നു, ജനറൽ ആയതുകൊണ്ട് നിങ്ങൾ വേണം നമ്മളെ സഹായിക്കാൻ, ആ കപ്പലുകളെല്ലാം നശിപ്പിച്ച് ഞങ്ങളെ രക്ഷിക്കാൻ പറയുകയും ശരി ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ ഉടുപ്പൊക്കെ ഊരിക്കളഞ്ഞ ശേഷം പതിയെ ബീച്ചിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ അവൻ നടന്ന് വെള്ളത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ശത്രുക്കൾ നോക്കുമ്പോൾ അവൻ അടുത്തേക്ക് നടന്ന് വരുന്നതായി കാണുകയും അവൻ അടുത്തെത്തിയ ശേഷം എനിക്ക് നിങ്ങളെന്ന് ആക്രമിക്കാൻ യാതൊരു താല്പര്യവുമില്ല, നമ്മൾ തമ്മിലൊരു ഫൈറ്റിന്റെ ആവശ്യമില്ല, തൽക്കാലം നിങ്ങൾ മടങ്ങിപ്പോകാൻ
കൊണ്ടുപോകാൻ അവൻ പറയുകയും എന്നാൽ ഇതൊന്നും കേൾക്കാതെ അയാൾ പീരങ്കികൾ റെഡിയാക്കാൻ ഉത്തരവിടുകയും ഇതോടെ അവയെല്ലാം റെഡിയാക്കുകയും പൊട്ടിക്കാൻ പറയുന്നതോടെ എല്ലാ കപ്പലുകളും കൂടി അവന്റെ ദേഹത്തേക്ക് വെടിയുണ്ടകൾ അടിച്ചു വിടുന്നു. എന്നാൽ പീരങ്കിയുണ്ടകളെല്ലാം അവന്റെ വയറ്റിൽ ചെന്ന് ഒട്ടിയ ശേഷം തിരിച്ച് തെറിച്ചു വരികയും അവരുടെ കപ്പലുകൾ ഓരോന്നായി തുരുതുരെ തകർക്കാൻ തുടങ്ങുകയും ചെയ്യും. ഇത് കണ്ട് രാജാവിനൊക്കെ വലിയ സന്തോഷമായിരിക്കുകയാണ്. എന്നാൽ എഡ്വേർഡിന് അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇത്രയും ശക്തിയുണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഗളിവർ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവിടെ ഉണ്ടായിരുന്ന കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന കയറുകളെല്ലാം കൂടി പേടിച്ച് വലിക്കുകയും അതെല്ലാം കൂടി തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് തന്നെ വലിച്ച് കൊണ്ട് വിടുകയും ചെയ്യുന്നു. ഇത് കണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാവുകയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ തിരിച്ചു വരുമ്പോൾ എല്ലാവരും അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് മുതൽ അവൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാവുകയും അതോടൊപ്പം അവർ മസാജ് ചെയ്തൊക്കെ കൊടുക്കുകയും അവൻ പറയുന്നത് പോലെ തന്നെ അവിടെ ഒരു സിറ്റിയൊക്കെ അവർ പണിയുകയും ചെയ്യുന്നു. അതോടൊപ്പം അവർ മുടിയൊക്കെ വെട്ടിക്കൊടുക്കുകയും ജനറലിന്റെ ഡ്രസ്സൊക്കെ അവന് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ അന്ന് രാത്രി എഡ്വേർഡ് രാജകുമാരിയുടെ മുറിയിലേക്ക് വരികയും നീ ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഗളിവറിനെ പറ്റി കുറച്ച് കാര്യം പറയാനാണെന്നൊക്കെ പറയുമ്പോൾ അവനെ പറ്റി വല്ല കുറ്റവും കുറവും പറയാനാണെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുകയും അതെന്താ കേട്ടാല് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണെന്നൊക്കെ അവൻ പറയുമ്പോൾ കല്യാണം കഴിക്കണോ വേണ്ടെന്നൊക്കെ ഒന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ജനറൽ പോലും അല്ല, അതുകൊണ്ട് ഇനി അനുവാദമില്ലാതെ എന്റെ റൂമിലേക്കൊന്നും കയറി വരരുതെന്നൊക്കെ അവൾ പറയുകയും നീ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എടുത്തുചാട്ടക്കാരനെ പോലെയാണ് എപ്പോഴും പെരുമാറുന്നത്, നിങ്ങളുടെ സ്വഭാവം അത്ര ശരിയല്ല, ഗളിവർ നിങ്ങളെ പറ്റി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് അവന് ആകെ ദേഷ്യം വരികയും അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ ഗളിവറിന് വേണ്ടി തന്നെ അവിടെ ഒരു സിറ്റി ഉണ്ടാക്കുകയും അവിടെ മുഴുവൻ അവന്റെ ഫോട്ടോകളും അവന്റെ ടീഷർട്ടും ഒക്കെ വിൽപ്പന നടക്കുന്നുണ്ട്. മൊത്തത്തിൽ അവനെ പ്രശംസിക്കുന്നതും അവന്റെ പടങ്ങളും എല്ലാം കണ്ട് എഡ്വേർഡിന് ആകെ ദേഷ്യമാവുകയും അടുത്ത ദിവസം തന്നെ ശത്രുക്കളുടെ രാജ്യമായ ബഫ്ലൂഷ്യയിലേക്ക് ചെന്ന് അവൻ നേരെ അവിടുത്തെ നേതാവിനെ കാണാനായി പോവുകയും അയാളുടെ മുന്നിൽ മുട്ടുകുത്തിയ ശേഷം ലില്ലിപുട്ടിൽ വന്ന ആ ഭീകരൻ എന്റെ രാജ്യത്തെ തന്നെ മാറ്റിയെടുത്തു, എല്ലാവരും ഇപ്പോ അവന്റെ പിറകെയാണ്, ചുരുക്കി പറഞ്ഞ അവനാണിപ്പോ അവിടെ ഭരിക്കുന്നത്, അതെങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ പറ്റൂ, അവനെ തടഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഈ രാജ്യവും അവൻ പിടിച്ചെടുക്കുമെന്നൊക്കെ പറയുകയും അവനെ തടയുന്നത് എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ ഒരു സാധനം അവിടേക്ക് കൊണ്ടുവരാൻ അവൻ പറയുകയും അവർ കൊണ്ടുവരുന്ന സാധനം ഗളിവറിന്റെ ബോട്ടിൽ നിന്ന് കിട്ടിയ പുസ്തകത്തിലെ റോബോട്ടിനെ ഉണ്ടാക്കുന്ന പേജാണ്. അന്ന് എല്ലാവരും ഗളിവറിന്റെ സിറ്റിയിൽ നിൽക്കുകയാണ്. ഇപ്പോ ഹൊറേഷ്യയും രാജകുമാരിയും നല്ല കൂട്ടാണ്. പെട്ടെന്ന് രാജ്യത്ത് അപകട സൈറൻ മുഴങ്ങുന്നതായി അവർ കേൾക്കുകയും എന്തോ അപകടമുണ്ടെന്ന് മനസ്സിലാക്കി ഗളിവർ അതിനെ നേരിടാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ ആളുകളെല്ലാം അവിടുന്ന് എന്തിനെയോ കണ്ട് ഓടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ അവരുടെ പിന്നാലെ റോബോട്ട് പോലെ ഒരു സാധനം വന്നിരിക്കുന്നു. അത് നിയന്ത്രിക്കുന്നത് ഉള്ളിലിരുന്ന് എഡ്വേർഡ് ആണ്. ഇത് കണ്ട് എടാ രാജ്യദ്രോഹി, നീ ഞങ്ങളുടെ രാജ്യത്തിനെതിരെ വന്നോന്നൊക്കെ രാജാവ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്, നിനക്ക് പറ്റുമെങ്കിൽ ഞാനുമായിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറയുകയും ഇത്രയുള്ളൊരു സാധനവും കൊണ്ടുവന്നാൽ ഞാൻ പേടിച്ചു പോകുമെന്ന് നീ കരുതിയോന്നൊക്കെ ഗളിവർ ചോദിക്കുമ്പോൾ അവൻ ആ മെഷീൻ ഒരു സ്വിച്ചിൽ ഞെക്കുകയും അത് പെട്ടെന്ന് ട്രാൻസ്ഫോമേഴ്സിലെ റോബോട്ട് പോലെയായി മാറി വലിയ ഒരു ഭീകരനാവുന്നു. അതിപ്പോ ഗളിവറിനേക്കാൾ വലുതാണ്. ഇത് കണ്ട് ഗളിവർ ഒന്ന് പേടിക്കുകയും അവനെ തള്ളി മറച്ചിടാനൊക്കെ ശ്രമിച്ചിട്ട് പറ്റാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും എഡ്വേർഡ് പിറകെ വരികയും മറിഞ്ഞു വീണ അവന്റെ ഡ്രസ്സിൽ പിടിച്ച് തൂക്കിയെടുക്കുകയും ചെയ്യുന്നു. മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ അവൻ പറയുകയും ശരി ശരി ഞാൻ കീഴടങ്ങുവാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കീഴടങ്ങരുത്, നിനക്ക് മാത്രം ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂ, നീ നിന്റെ രാജ്യത്തെ പ്രസിഡന്റ് അല്ലേ, ടൈറ്റാനിക്ക് മുങ്ങിയിട്ടും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നവനല്ലേ എന്നൊക്കെ അവർ പറയുമ്പോൾ ഇനിയൊരു സത്യം പറയാം, അക്കാര്യങ്ങളെല്ലാം ഞാൻ കള്ളം പറഞ്ഞതായിരുന്നു, ഞാൻ എന്റെ നാട്ടിലെ ഒരു സാധാരണക്കാരനാണ്, ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയതാണെന്നൊക്കെ പറയുകയും ഇതൊക്കെ കേട്ട് അവർക്കെല്ലാവർക്കും ആകെ വിഷമമാവുമ്പോഴേക്കും ശത്രുക്കളെല്ലാം അവിടേക്ക് കയറി വരികയും അങ്ങനെ അവർ വന്ന് രാജാവിനെയും കുടുംബക്കാരെയും എല്ലാവരെയും പിടികൂടുകയും ചെയ്യുന്നു. ഗളിവറിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അന്ന് തന്നെ എഡ്വേർഡ് ഗളിവറിനെ കെട്ടിപ്പൂട്ടി ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. സ്ഥലമെത്തിയ ഉടൻ തന്നെ അവരവനെ അഴിച്ചുവിടുന്നു. അവർ വിട്ടിരിക്കുന്നത് ലില്ലിപുട്ടിലെ ആളുകൾ പോകാൻ പേടിക്കുന്ന സ്ഥലത്തേക്കാണ്. പിന്നീട് ഗളിവർ കണ്ണു തുറന്നു നോക്കുമ്പോൾ എവിടെയോ കിടക്കുകയാണ്. എവിടെയാണെന്ന് മനസ്സിലാവാതെ അവൻ എഴുന്നേറ്റ് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിളിച്ച് നടന്ന് മുന്നോട്ട് ചെന്ന് കയറുമ്പോൾ കാണുന്ന കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നു. ഭീകരമായ വീടിന്റെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്. പെട്ടെന്ന് ആരോ വന്ന് അവനെ പിടികൂടുന്നു. പിന്നീട് അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എവിടെയോ ഒരിടത്ത് കിടക്കുകയാണ്. എവിടെയാണെന്ന് മനസ്സിലാവാതെ എഴുന്നേറ്റ് ചെന്ന് പൈപ്പ് തുറക്കാൻ നോക്കുമ്പോൾ വെള്ളമൊന്നും വരുന്നില്ല. നേരെ ചെന്ന് അവിടെയുള്ള കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവനെ ഒരു ഫ്രോക്കൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ ആ വീടിന്റെ ഡോർ തുറന്ന് വലിയ ഒരു കുട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് അവനേക്കാൾ വലിയ മനുഷ്യരുള്ള ദ്വീപിലാണ് ഇപ്പോൾ അവനുള്ളതെന്ന് അവന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു കളിപ്പാട്ടം പോലെ അവനെ ആ കുട്ടി ഉപയോഗിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിന്റെ ഒരു കളിപ്പാട്ടമായിട്ടാണ് അവനെ കണ്ടിരിക്കുന്നത്. അന്ന് മുഴുവൻ ആ കുട്ടിയുടെ ഉപദ്രവം അവൻ ഏൽക്കേണ്ടി വരികയും അന്ന് രാത്രിയാകുമ്പോൾ കുട്ടി ഉറങ്ങാൻ കിടക്കുകയാണ്. അവനാണെങ്കിൽ ആകെ തളർന്ന് നടന്ന് ഒരിടത്ത് ചെന്ന് നോക്കുമ്പോൾ ഇത് കളിപ്പാട്ടമായിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖം മൂടി ഊരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിമാനാപകടത്തിൽ ഈ ദ്വീപിൽ പെട്ടുപോയ ഒരു മനുഷ്യനായിരുന്നു. അവനെയും ആ കുട്ടിയുടെ
കുട്ടിയുടെ കയ്യിൽ കിട്ടിയതാണ്. ലില്ലിപുട്ടിലാണെങ്കിൽ പൂർണ്ണമായും ബഫ്ലേഷ്യൻസ് രാജ്യം പിടിച്ചെടുത്ത് അവരുടെ കൊടികളൊക്കെ നാട്ടിയിരിക്കുകയാണ്. രാജകുമാരി ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ തടവിലാണ്. ഗളിവറിന്റെ സിറ്റിയൊക്കെ അവർ തകർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ ഒന്നും പിടിയിൽപ്പെടാതെ ഒളിച്ചു നടക്കുകയാണ് ഹൊറേഷ്യോ. അവൻ എങ്ങനെയെങ്കിലും ഒരുവിധം ഒളിച്ചൊളിച്ച് രാജകുമാരിയെ കണ്ടെത്തുകയും ഞാനൊരു ബോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും പറയുമ്പോൾ എനിക്ക് പറ്റില്ല, അച്ഛനും അമ്മയും ഒക്കെ ഇവിടെയാണ്, എന്റെ രാജ്യവും ഇതാണെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാൽ എഡ്വേർഡ് നിന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുകയും എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, എന്നെ സഹായിക്കുമെന്ന് വിശ്വസിച്ചിരുന്നതാണ് ആ ഗളിവർ, പക്ഷെ അവനും എന്നെ പറ്റിച്ചു, ഇനി വരുന്നിടത്ത് വെച്ച് കണ്ടേ പറ്റുള്ളൂ എന്ന് അവൾ പറയുകയും ഇതോടെ രാജ്യം പഴയതുപോലെ ആക്കിയേ പറ്റുള്ളൂ എന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അന്ന് എഡ്വേർഡും ടീമും മറ്റൊരാളിനെ കൂടി പിടികൂടിയിരിക്കുകയാണ്. ഗളിവറിനെ തേടി അവിടെ എത്തിയ ഡാർസിയാണ് അത്. അവളെയും അവർ പിടികൂടിയിരിക്കുന്നു. എന്നാൽ അവളെ പിടികൂടിയ കാര്യം ഹൊറേഷ്യോ കാണുകയും ഇത് അവന്റെ ആളായിരിക്കും, അവന് വിവരം അറിയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹൊറേഷ്യോ അവിടെ നിന്ന് പോവുകയും അന്ന് രാത്രി തന്നെ ആരും അറിയാതെ അവൻ ബോട്ടും എടുത്ത് ഗളിവറിനെ തേടി അപകടം പിടിച്ച ആ സ്ഥലത്തേക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഗളിവർ നോക്കുമ്പോൾ ഹൊറേഷ്യ അവിടെ എത്തിയിരിക്കുകയാണ്. നീ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ എടാ സംസാരിച്ചിരിക്കാൻ ടൈമില്ല, നീ എന്നോടൊപ്പം ലില്ലിപുട്ടിലേക്ക് വരണം, ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പറ്റില്ലടാ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഞാനിപ്പോ ഭീകരിയായ ഒരു കുട്ടിയുടെ കുഞ്ഞു പാവയാണെന്നൊക്കെ അവൻ പറയുകയും എടാ നീ പറയുന്ന ഒന്ന് കേൾക്ക്, ബഫ്ലൂഷ്യൻസ് ലില്ലിപുട്ടിനെ ഭരിക്കാൻ തുടങ്ങി, അതുകൂടാതെ നിന്റെ നാട്ടിൽ നിന്ന് ഒരു പെണ്ണ് അവിടെ വന്നിട്ടുണ്ട്, അവളെയും അവർ പിടികൂടിയെന്ന് പറയുമ്പോൾ അയ്യോ അത് മിക്കവാറും ഡാർസി തന്നെയായിരിക്കും, എന്നെ തേടിയായിരിക്കും അവൾ ഇവിടെ എത്തിയത്, പക്ഷേ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ ജീവിതത്തിൽ മുഴുവൻ ഒരു കോമാളിയെ പോലെ നടന്നു, നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നി, അങ്ങനെയാണ് നിന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന് പറയുമ്പോൾ എടാ നീ ചെയ്തതൊക്കെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ ലില്ലിപുട്ടിലുള്ളവർ കണ്ടത് അങ്ങനെയല്ല, നീ ചെയ്യുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ടാണ്, ഇനി ലില്ലിപുട്ടിനെ രക്ഷിക്കണമെങ്കിൽ പോലും അത് നിനക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും അവിടേക്ക് വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചാടി എഴുന്നേൽക്കുകയും ഹൊറേഷ്യയെയും കയ്യിലെടുത്ത് നേരെ ചെന്ന് മറ്റേ മരിച്ചുപോയ പൈലറ്റിന്റെ പാരച്യൂട്ട് ഊരിയെടുക്കുകയും ശേഷം അതുമായി താഴേക്ക് ചാടി ആരും അറിയാതെ നേരെ അവിടുന്ന് പാരച്യൂട്ട് വഴി പറന്ന് പോകുന്നു. ലില്ലിപുട്ടിലാണെങ്കിൽ രാജാവും രാജ്ഞിയും ജയിലിലാണ്. ആ ജയിലിൽ തന്നെ ഡാർസിയും രാജാവിന്റെ വിശ്വസന്മാരായ പടയാളികളുമുണ്ട്. ഈ സമയം ഗളിവർ അവിടേക്ക് എത്തുകയും അകത്തേക്ക് കയറി ഡാർസിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനെ കണ്ട് അവൾ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നു. രാജാവും ഈ കാഴ്ച കാണുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തൊക്കെയാ കണ്ടതെന്നറിയാമോ? ആകാശം മുട്ടയുള്ള കടലിലെ ചുഴിയും അതിലൂടെ നടന്ന സംഭവങ്ങളും ഇവിടുത്തെ കുഞ്ഞു മനുഷ്യരെയും ഒക്കെ ആണെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നു, എനിക്കും കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം എന്ന് പറയുമ്പോൾ ഇതാണോ നീ പറഞ്ഞിട്ടുള്ള നിന്റെ കാമുകി എന്ന് മറ്റവർ ചോദിക്കുകയും നീ എന്നെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയൊരു സത്യം പറയാം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് നിന്നോടത് പറയാനുള്ള ധൈര്യം കിട്ടിയിട്ടില്ല. ഇവിടെ വന്ന് ഞാൻ അവരോട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ തൽക്കാലം ഇപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും ആദ്യം രക്ഷപ്പെടാനുള്ള കാര്യം നോക്കാം. എന്റെ ബോട്ട് അപ്പുറത്തുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് അവിടെ ചെന്ന് രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ എടി എനിക്കിപ്പോ ഒറ്റയടിക്ക് അങ്ങനെ വരാൻ കഴിയില്ല, ഈ രാജ്യവുമായി ഒരുപാട് കടപ്പാടുണ്ട്, ഞാൻ ഇവിടെ കുറെ നാൾ ജീവിച്ച് ഇവരെയൊക്കെ സംരക്ഷിച്ച് വന്നതാണ്, ഇപ്പൊ എന്നെ കാരണമാണ് ഈ രാജ്യം ഇങ്ങനെ ആയത്, അതിനാദ്യം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നേരെ രാജാവിന്റെ നേർക്ക് തിരിഞ്ഞ് അവരുടെ വാതിലൊക്കെ പൊളിച്ചു കളഞ്ഞ് അവരെ പുറത്തേക്ക് ഇറക്കുകയും ഞാൻ ഇതുവരെ പറഞ്ഞ കള്ളങ്ങൾ പോലെയല്ല, ഇത്തവണ നിങ്ങളെ ഞാൻ രക്ഷിച്ചിരിക്കുമെന്ന് അവൻ രാജാവിന് വാക്കുകൊടുക്കുന്നു. അങ്ങനെ ഗളിവർ തിരിച്ചു വന്നതിനാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും അവനും യന്ത്രവും തമ്മിലുള്ള യുദ്ധത്തിന് റെഡിയായിരിക്കുകയാണ്. അവർക്ക് ശക്തമായ സൈന്യമായതിനാൽ വീണ്ടും ഫൈറ്റ് ചെയ്ത് തോറ്റാൽ മാത്രമേ അവരുടെ രാജ്യം തോൽക്കത്തുള്ളൂ. അങ്ങനെ എല്ലാവരും അവരുടെ ഫൈറ്റ് കാണാൻ വരികയും ഏത് ടീമാണ് ജയിക്കുന്നതെന്നറിയാൻ ആകാംക്ഷയോടെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഫൈറ്റിന് തയ്യാറായിരിക്കുകയാണ്. ഞാൻ ജയിക്കുകയാണെങ്കിൽ ലില്ലിപുട്ട് അതിന്റെ പഴയ പ്രതാപത്തിലും രീതിയിലും തിരിച്ചെത്തണം എന്ന് പറയുമ്പോൾ തോറ്റാൽ ഇതായിരിക്കും ലില്ലിപുട്ടിന്റെ അവസ്ഥയെന്ന് അവൻ പറയുകയും ഇതോടെ അവർ തമ്മിൽ ശക്തമായ ഫൈറ്റ് തുടങ്ങുകയും ചെയ്യുന്നു. എല്ലാവരും എന്ത് സംഭവിക്കുമെന്നറിയാതെ നോക്കി നിൽക്കുകയാണ്. റോബോട്ടിന്റെ ഫൈറ്റിനെയൊക്കെ അവൻ തടയുന്നത് കണ്ട് എഡ്വേർഡ് അവന്റെ ദേഹത്തേക്ക് കറണ്ട് കൊടുക്കുകയും ഇതോടെ അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. ഇനി എങ്ങനെ അതിനോട് പിടിച്ചു നിൽക്കുമെന്ന് അവർക്കാർക്കും മനസ്സിലാവുന്നില്ല. വീണ്ടും റോബോട്ട് അവന്റെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഹൊറേഷ്യ അപ്പൊ തന്നെ അവിടുന്ന് ഓടി ചെല്ലുകയും ഈ സമയം ഗളിവർ വീണ്ടും ചാടി എഴുന്നേറ്റ് അവനെ അടിക്കാൻ നോക്കുമെങ്കിലും കറണ്ട് വിടുന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ഹൊറേഷ്യ ഒരു കുതിരപ്പുറത്ത് പാഞ്ഞു വരികയും റോബോട്ടിന്റെ ദേഹത്തേക്ക് കറക്കിയിട്ട് വള്ളി വഴി തൂങ്ങി ചുറ്റി അതിന്റെ മുകളിൽ ചെന്ന് അതുവഴി റോബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നു. ശേഷം നേരെ എഡ്വേർഡിനെ അടിക്കാൻ ചെല്ലുമ്പോൾ എഡ്വേർഡിന്റെ കൺട്രോൾ പോവുകയും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് പുറത്ത് ഫൈറ്റ് ചെയ്യുന്നത് പോലെ ആയി പോവുകയും ഗളിവറിനെ തൂക്കി എറിയുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം അവന്റെ അടുത്തേക്ക് ചെന്ന് കറണ്ട് വെക്കാൻ പോവുകയാണ്. ഇത് കണ്ട് എല്ലാവരും പേടിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഇപ്പോ കറണ്ട് കിട്ടുന്നില്ല. എന്താ സംഭവിച്ചെന്നറിയാതെ നോക്കുമ്പോൾ മറ്റവനാണ് കറണ്ടിന്റെ സംഗതി ഊരിവിട്ടത്. അപ്പോഴേക്കും ഗളിവർ വന്ന് ചാടി അവനെ അടിക്കുകയും ഉടൻ ഹൊറേഷ്യോ അതിന്റെ പുറകുവശത്തുകൂടി താഴേക്ക് എടുത്ത് ചാടി രക്ഷപ്പെട്ടിട്ട് ബാക്കി നീ നോക്കിക്കൊള്ളാൻ പറയുന്നു. ഇതോടെ ഗളിവർ അവിടെ ഇരുന്നൊരു സാധനമൊക്കെ ഇളക്കി എടുത്ത് കൊണ്ടുവരികയും പാഞ്ഞു വന്ന് അവന്റെ ദേഹത്തേക്ക് ചാടി കയറിയ ശേഷം അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കുകയും അവൻ അതിന്റെ തലമണ്ട അടിച്ചടിച്ചടിച്ച്
തറയിൽ ഇട്ട ശേഷം ചാടി ദേഹത്തേക്ക് വീഴുകയും നേരെ ചെന്ന് അതിന്റെ സർക്യൂട്ട് ബോർഡ് മുഴുവൻ ഊരിയെടുക്കുന്നതോടെ അതിനെ പൂർണ്ണമായി തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവൻ വിജയിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവുകയും എല്ലാവരും അവനെ അഭിനന്ദിച്ച് ലില്ലിപുട്ട് വീണ്ടും വിജയിക്കുകയും ചെയ്യുന്നു. ഇതോടെ രാജകുമാരി വീണ്ടും ഹൊറേഷ്യയെ കാണാനായി അവന്റെ അടുത്തേക്ക് ചെല്ലുകയും അവളെ കാണുന്നതോടെ നിന്നെ സഹായിക്കുമെന്നും രക്ഷിക്കുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ രക്ഷിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം നിന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാജാവ് അവിടേക്ക് വരികയും നീ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ കണ്ടു. ഗളിവർ വിജയിക്കാൻ കാരണക്കാരനായത് നീയാണ്. നിനക്കിനി മുതൽ രാജ്യത്ത് പ്രത്യേക പദവി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് മകളുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുകയും അങ്ങനെ അവർ ഒന്നിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഡാർസിയും ഗളിവറും ഒന്നിച്ചിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആ രാജ്യത്ത് നിന്ന് ഡാർസിയും ഗളിവറും തിരിച്ച് നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അവരെല്ലാവരും സങ്കടത്തോടെ അവരെ യാത്ര അയക്കുന്നു. അങ്ങനെ വീണ്ടും പഴയതുപോലെ തന്നെ മറ്റേ ചുഴിയിൽ കയറി അവർ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുന്നു. അവൻ വീണ്ടും ജോലിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോ അവൻ ആ സ്ഥാപനത്തിലെ ട്രാവൽ ബ്ലോഗർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഡാനി ആണെങ്കിൽ ഇപ്പോ അസിസ്റ്റന്റ് ആയിട്ട് പുതിയ ഒരാളിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി മുതൽ മെയിലിന്റെ കാര്യങ്ങൾ നോക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമാണ്. ട്രാവലിന്റെ കേസ് ഞങ്ങൾ രണ്ടുപേരും നോക്കിക്കൊള്ളാമെന്ന് പറയുന്നതോടെ സിനിമ അവസാനിക്കുന്നു. 2010 $112 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ $237 മില്യൺ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.